അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ സിറ്റി ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ നമ്മുടെ മുനീർ റഹീമയെയും കൊണ്ട് ഓടിപ്പാഞ്ഞ് എത്തി. അവന് പരിചയമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്പറും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോഴേക്കും കാഷ്വാലിറ്റിക്ക് മുൻപിൽ തന്നെ സ്ട്രക്ചറെല്ലാം റെഡിയാക്കി നിർത്തിയിരുന്നു. റഹീമയെ മുനീറും അതേപോലെ അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളും എല്ലാം പിടിച്ച് ആ സ്ട്രക്ചറിലേക്ക് കയറ്റി അതുകൊണ്ട് ലേബർ റൂമിലേക്കാണ് നേരെ പോയത്. അപ്പോഴേക്കും അവിടെ നമ്മുടെ റഹീമയെ നോക്കുന്ന ഡോക്ടറും പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ എത്തിയിരുന്നു. ലേബർ റൂമിൻ്റെ ഡോർ അടഞ്ഞു. അതിൻ്റെ മുൻപിൽ നമ്മുടെ മുനീർ ആകെ പേടിച്ച് പരവശനായി ഇങ്ങനെ നിൽക്കുകയാണ്. അകത്ത് എന്താണ് നടക്കുന്നത് എന്നോ എന്താണ് സംഭവിക്കുന്നത് എന്നോ അറിയാതെ അവൻ ആകെ വെപ്രാളം കൊണ്ടും പേടിച്ചുകൊണ്ടും നിൽക്കുകയാണ്. പുറത്തേക്ക് വരുന്ന ഓരോ സ്റ്റാഫുകളോടും അവൻ ചോദിക്കുന്നുണ്ട്, റഹീമയുടെ കാര്യം എന്തായി, റഹീമയുടെ കാര്യം എന്തായി എന്ന്. നഴ്സുകൾ അവനോട് പറഞ്ഞു, അകത്ത് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഡോക്ടർ പറയും, ഒന്നും പറയാനായിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആരോട് പറയണമെന്നറിയാതെ ആകെ പെട്ടുപോയിരിക്കുകയാണ്. കാരണം ഒന്നാമത് അവൻ്റെ ഈ ഒരു വിവാഹത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് സുഹൃത്തുക്കളെല്ലാം അവനോട് ഇപ്പോൾ കൂടുതൽ അടുപ്പമോ സംസാരമോ ഒന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവൻ അവരുമായി ബന്ധമില്ല. പിന്നെ അതുമാത്രമല്ല, കുറച്ചു കാലമായി അവൻ റഹീമയുടെ വീട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടും ഒന്നും ബന്ധമോ അല്ലെങ്കിൽ കോണ്ടാക്റ്റോ ഇല്ലാത്തത് കൊണ്ട് അവരോട് ഒന്ന് വിളിക്കാനോ ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ അവന് കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ ഉറ്റവരോ ഉടയവരോ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോ ആരുമില്ലാതെ ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ലേബർ റൂമിൻ്റെ മുൻപിൽ ആകെ എല്ലാം തകർന്ന് തരിപ്പണമായവനെ പോലെ അവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ചെറുതായിട്ടാണെങ്കിലും തൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അവളെ പിടിച്ച് തള്ളിയൊന്നും പറയാൻ പറ്റില്ല, ഒന്ന് പിടിച്ച് ചെറുതായി മാറ്റിയതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ തള്ളലാണെങ്കിലും പിടുത്തം കിട്ടാതെയാണ് റഹീമ ആ കോണിയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിച്ചത്. ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ മുനീർ ആകെ ബേജാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനോ അതുപോലെ തന്നെ തൻ്റെ ഭാര്യക്കോ, എല്ലാവരുടെയും മുന്നിലും അവളിപ്പോൾ തൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തൻ്റെ ഭാര്യക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ താനായിരിക്കും അതിനുത്തരവാദി. അതുമാത്രമല്ല, ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള ഒരു 5 പൈസ പോലും അവൻ്റെ കയ്യിലുമില്ല. എന്തായാലും ആകെ തകർന്ന് തരിപ്പണമായി അവൻ അവിടെ നിൽക്കുകയാണ്. ഇനി സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകളായി ഓരോ നിമിഷവും കടന്നു പോവുകയാണ്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായിരിക്കും. കാരണം അതിൻ്റെ അകത്ത് വേറെയും എമർജൻസി കേസുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ റഹീമയുടെ കാര്യം സംസാരിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടറെ കണ്ടതും മുനീർ ഓടിപ്പാഞ്ഞുകൊണ്ട്, എന്ത് പറ്റി ഡോക്ടർ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നെല്ലാം അവൻ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, വയറ് അടിച്ച് അത്രയും മുകളിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മുനീർ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയുകയല്ലാതെ നിവർത്തിയില്ല. നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അമ്മയെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം. അതിന് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ഇനി ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജീവൻ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. കുഞ്ഞ് ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് അമ്മയുടെ ഗർഭപാത്രം കൂടി എടുത്തു കളയേണ്ടി വരും. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അതിനുള്ള പേപ്പറുകളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ ഒപ്പ് വേണം. മാത്രമല്ല,
അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. അതിന് പണം നിങ്ങൾ ഉടൻ കണ്ടെത്തി അത് കെട്ടിവെക്കണം, എന്നാലേ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞു. മുനീറിന് താൻ ഇപ്പോൾ അവിടെ കുഴഞ്ഞു വീണു പോകുമോ എന്ന് തോന്നിപ്പോയി. കാരണം അവന് ഇത് തുറന്നു പറയാനോ തൻ്റെ കാര്യമൊന്ന് ഷെയർ ചെയ്യാനോ ഒരാളുമില്ല. ആ നിമിഷം മുനീർ ആത്മാർത്ഥമായി പടച്ചവനെ വിളിച്ചുപോയി. പടച്ച റബ്ബേ, ഇനി എന്തു ചെയ്യും? കാരണം ഒന്നാമത്, ഇനി ഒരിക്കലും തനിക്ക് ഒരു ബാപ്പയാവാൻ കഴിയില്ല. ഒരു ബാപ്പ ആവാൻ കഴിയില്ല എന്നാലോചിച്ചപ്പോൾ അവൻ നമ്മുടെ സുമിയോട് അവനും അവൻ്റെ ഉമ്മയും പെങ്ങന്മാരുമെല്ലാം ചെയ്ത കാര്യമാണ് ആദ്യം ഓർമ്മയിൽ വന്നത്. കാരണം ഒരു ഡോക്ടറെ കണ്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവില്ല എന്ന കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് നമ്മുടെ സുമിയെ അവൻ ഒഴിവാക്കി റഹീമയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ കാര്യങ്ങളെല്ലാം അവൻ്റെ ഉമ്മ തന്നെ അവനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് അവന് ഒരു കുറ്റബോധം തോന്നിയിരുന്നില്ല. അവൻ നന്നായിപ്പോയി, അങ്ങനെയെങ്കിലും താൻ ആദ്യം ആഗ്രഹിച്ച തൻ്റെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാമല്ലോ. ഇഷ്ടപ്പെടാതെ കഴിച്ച ഈ ഒരു വിവാഹം അങ്ങനെയെങ്കിൽ അങ്ങനെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി. അന്ന് അവളെ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒഴിവാക്കിയതിൽ മുനീറിന് യാതൊരു കുറ്റബോധവും തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കാലം തിരിച്ചടിച്ചിരിക്കുന്നു. കർമ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തങ്ങൾ ചെയ്ത ആ ഒരു വലിയ ദ്രോഹം തങ്ങളുടെ തലയിൽ തന്നെ വലിയൊരു ഇടിത്തിഴായി വന്നു വീണിരിക്കുന്നു. അന്നൊന്നും അവർ ചിന്തിച്ചിട്ട് ഉണ്ടായിരിക്കില്ല, ഇതെല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ട്. നാളെ ഒരുപക്ഷെ അതിൻ്റെയെല്ലാം പ്രതിഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോവില്ല എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും നമ്മൾ മനുഷ്യരങ്ങനെയല്ലേ, ഭൂമിയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ. പക്ഷേ അതെല്ലാം തിരിച്ച് മുകളിൽ നിന്നും ഒരാൾ കാണുന്നുണ്ടെന്നും അതെല്ലാം തിരിച്ച് നമ്മൾക്ക് തന്നെ കിട്ടുമെന്നും ഒന്നും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല എന്നൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയും കൊള്ളയും കൊലയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ എല്ലാം തകർന്നവനെ പോലെ അവൻ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ആ സമയത്താണ് നമ്മുടെ സുമിയും അതേപോലെ തന്നെ ഫായിസും അബൂബക്കറിക്കയും ഡോക്ടറെ കാണാൻ വരുന്നത്, ജുമാനയും കൂടെ. അന്ന് അബൂബക്കറിക്ക വന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ വിശദമായി പരിശോധിച്ച ശേഷം അവരോട് പറഞ്ഞു, ഇനി ഈ ഫിസിയോതെറാപ്പി ഇന്നത്തോടെ നമ്മൾ നിർത്തുകയാണ്. ഇപ്പോൾ അബൂബക്കറിക്ക നടന്നിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ചത്തെ കൂടി ഫിസിയോതെറാപ്പി കഴിഞ്ഞ് നിർത്താമെന്ന് അന്നേ ഡോക്ടർ പറഞ്ഞതാണ്. ആ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. അതോടുകൂടി ഈ ഡോക്ടർ പറഞ്ഞു, ഇനി ഫിസിയോതെറാപ്പിയുടെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യമെല്ലാം പൂർണ്ണമായി തിരിച്ചു കിട്ടി, നിങ്ങൾ നടന്ന് എല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗുളിക മാത്രം കഴിച്ചാൽ മതി. അത് ഞരമ്പിൻ്റെയൊക്കെ ഒരു ബലം കൂടാനും അങ്ങനെ ഒരു ആരോഗ്യമൊക്കെ ഒന്ന് ഉഷാറായി കിട്ടാനുള്ള ഒരു മെഡിസിനാണ്. തൽക്കാലം അത് മാത്രം മതി. അത് ഞാൻ 1 മാസത്തിന് എഴുതുന്നുണ്ട്. ഇനി 1 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ സുമി അബൂബക്കറിക്കാനോടും ജുമാനയോടും പറഞ്ഞു, നിങ്ങളെന്നാൽ ഇവിടെ ഇരിക്ക്. അവിടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്ന ഒരു ചെയറുണ്ട്, ആ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ എന്തായാലും മരുന്നൊക്കെ ഒന്ന് വാങ്ങിച്ചു വരാം. ഇനി ഇൻഷാ അല്ലാഹ് കല്യാണത്തിന് എന്തായാലും ഉപ്പാക്ക് നടന്നു തന്നെ വരാമല്ലോ. അതുകൊണ്ട് ഞാൻ മെഡിസിനെല്ലാം ഒന്ന് വാങ്ങിച്ചു വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പിന്നെ നേരെ പോയത് ഐഷുമ്മയുടെ റൂമിലേക്കാണ്. അങ്ങനെ ഐഷുമ്മയുടെ അടുത്ത് പോയി ഐഷുമ്മയെയും കണ്ടു. ഐഷുമ്മക്കും ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഏകദേശം നന്നായിട്ട് നടക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അബൂബക്കറിക്കാൻ്റെ പോലെ തന്നെ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ അവിടെ വാക്കിംഗ് ഏരിയയിൽ കൂടെ വാക്കിംഗ് സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു കൈ സുമയും പിടിച്ച് 2 നേരവും ഐഷുമ്മയെ നടത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നന്നായി നടക്കാനൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ സപ്പോർട്ട് വേണം, ഒറ്റയ്ക്കല്ല. എന്നാലും അത്യാവശ്യം നേരെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യമെല്ലാം മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ സുമി വന്ന് പറഞ്ഞു, അപ്പോൾ ഇൻഷാ അല്ലാഹ്
ഉമ്മ ഒരു 4 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്, ഞായറാഴ്ചയാണ്. എന്തായാലും ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഷാ അള്ളാ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഉമ്മാനെ കാണാൻ വരും. പിന്നെ അതുമാത്രമല്ല, ഉമ്മാക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ കല്യാണമെല്ലാം കഴിഞ്ഞ് സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അതിൻ്റെ ശേഷം ആ സമ്മാനവും കൊണ്ടായിരിക്കും ഞാൻ ഉമ്മയുടെ അടുത്ത് വരുന്നത്. എന്തായാലും ഉമ്മാൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ ഐഷുമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അതിൻ്റെ ശേഷം അവൾ മരുന്നും പോയി വാങ്ങിച്ചു. അങ്ങനെ മരുന്നും കൊണ്ട് അവൾ തിരിച്ച് നമ്മുടെ അബൂബക്കറിക്കയും ജുമാനയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവരോട് യാത്ര പറയാനായി വരികയായിരുന്നു. അവൾ ഫായിസിനെ കൊണ്ട് അവരെ വണ്ടിയിൽ കയറ്റി വിട്ട് പിന്നെ അവൾ അവിടെ നിന്നും പോവാറാണ് പതിവ് വീട്ടിലേക്ക്. അങ്ങനെ എല്ലാം ചെയ്യാൻ വേണ്ടി അവൾ ഇങ്ങനെ വരികയായിരുന്നു. ആ ഒരു സമയത്താണ് അവൾ ലേബർ റൂമിൻ്റെ മുൻപിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്താണ് യാദൃശ്ചികമായി അവൾ എല്ലാം തകർന്നവനെ പോലെ ആ ഒരു ലേബർ റൂമിൻ്റെ മുൻപിൽ തലയും കുമ്പിട്ട് ഇരിക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുന്ന മുനീറിനെ ഒരു നോക്ക് കണ്ടത്. ആദ്യ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. കാരണം ഒരിക്കൽ എല്ലാമാണ് എന്ന് കരുതി സ്നേഹിച്ചവനാണ്. അതേപോലെ തന്നെ ഈ അടുത്ത് നമ്മുടെ നൂറായെ പെണ്ണു കാണാൻ വന്ന സമയത്തും കണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് തന്നെ അവനെ മനസ്സിലായി. എല്ലാം തകർന്ന് തരിപ്പണമായവനെ പോലെ ലേബർ റൂമിൻ്റെ മുൻപിൽ തലയും കുമ്പിട്ടിരിക്കുന്ന അവനെ കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു പോയി. എന്നാൽ അവൻ്റെ അടുത്ത് ചെന്ന് എന്താണെന്ന് അന്വേഷിക്കുവാനോ ഒന്നും അവൾക്ക് മനസ്സ് വന്നില്ല. കാരണം ഒന്നാമത് അവനും താനും ഇപ്പോൾ അന്യപുരുഷനും അന്യ സ്ത്രീയുമാണ്. കാരണം മുനീർ അവളെ മൊഴി ചൊല്ലിയതോടെ തീർത്തും അവളും അവനും അന്യരായി കഴിഞ്ഞു. പിന്നെ മനസ്സുകൊണ്ട് അവർ എന്നെ അകന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിക്കുവാനുള്ള ഒരു ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കൽ തൻ്റെ എല്ലാമെല്ലാം ആയിരുന്ന ഒരാളും അതുപോലെ തന്നെ താനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒരു മോനാണ്. ആ ഒരു ബന്ധമാണ് അവൾക്ക് ഇപ്പോൾ അവനോടുള്ളത്. കുറച്ചെങ്കിൽ കുറച്ച് ഒരു അനുകമ്പ തോന്നുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയായ അബൂബക്കറിക്കയും ഇപ്പോൾ തന്നെ പൊന്നുപോലെ സ്നേഹിക്കുകയും താനും പൊന്നുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഐഷുമ്മയുടെ മകനാണവൻ. അതുകൊണ്ട് തന്നെ അവനെ ആ ഒരു തകർന്ന അവസ്ഥയിൽ കണ്ടപ്പോൾ എന്താണ് ഒന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെല്ലാം ഇടപെട്ടിരുന്നത് അബൂബക്കറിക്കയായിരുന്നല്ലോ. ഇനി അബൂബക്കറിക്കാനോട് തന്നെ പറയാം എന്ന് വിചാരിച്ച് അവൾ അബൂബക്കറിക്കയും ജുമാനയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഉപ്പ, ജുമാന, എനിക്ക് നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ അബൂബക്കറിക്ക ചോദിച്ചു, മോളെ അതിനെന്താ? എൻ്റെ ഉപ്പാൻ്റെ കുട്ടിക്ക് ഉപ്പാനോട് എന്ത് കാര്യവും പറയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജുമാനയും പറഞ്ഞു, സുമി, നിനക്ക് ഞങ്ങളോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതിനൊരു മുഖവരുടെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഒന്നും അറിയില്ല. എന്നാലും ഞാൻ വരുന്ന വഴി ലേബർ റൂമിൻ്റെ മുൻവശത്ത് ഉപ്പാൻ്റെ മോൻ വളരെ ദുഃഖിതനായി തകർന്നവനെ പോലെ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ എന്നെ മൊഴി ചൊല്ലിയത് കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ അന്യനാണ്. എന്നാൽ ഉപ്പാക്കും ജുമാനക്കും അതുപോലെയല്ല. ഉപ്പാൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അതേപോലെ തന്നെ നമ്മുടെ ജുമാനക്കും അദ്ദേഹം പ്രിയപ്പെട്ട സഹോദരനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 പേർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ അന്വേഷിക്കുവാനും ഇടപെടാനുമുള്ള അധികാരമുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് ആ നിൽപ്പ് കണ്ടിട്ട് എനിക്കത്ര പന്തിയായി തോന്നിയില്ല. എന്തോ കാര്യമായ സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എതിരൊന്നും പറയാതെ അവിടെ ചെന്ന് എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം. എതിരഭിപ്രായമൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ അബൂബക്കറിക്ക പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ്, നീ എന്തിനാ മോളെ ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം ഇടപെടുന്നത്? അവന് അവൻ്റെ ഉമ്മ പറഞ്ഞത് അനുസരിച്ച് എൻ്റെ പൊന്നുമോളെ തള്ളിക്കളഞ്ഞതല്ലേ. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അനുഭവിക്കട്ടെ.
അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടതും നമ്മുടെ സുമി പറഞ്ഞു, ഉപ്പ, എന്നോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചു എന്നല്ല അർത്ഥം. ഉപ്പ, ഞാൻ ഇപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പയും അതേപോലെ തന്നെ ഇപ്പോൾ എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ ജുമാനയും നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ നാളെ എന്നോട് പറയരുത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. കാരണം ഒന്ന് അന്വേഷിച്ചില്ല, നീ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ആർക്കും നാളെ ഒരു ഖേദമായി തോന്നരുത്. എന്താണെന്ന് അന്വേഷിച്ച് നോക്കാമല്ലോ. എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചേ മതിയാവും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ സഹായം ആവശ്യമാണ്, ആരും കൂടെയില്ല. എന്തായാലും നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കൂ എന്നെല്ലാം പറഞ്ഞു. സുമിയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ അബൂബക്കറിക്ക ഒന്ന് ചെറുതായി അയഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഇന്നലെ നിന്നെ മൊഴി ചൊല്ലുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചതല്ലേ. അതുകൊണ്ട് മാത്രം ആ ഒരു നന്ദി ഞാൻ തിരിച്ചു കാണിക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ വെച്ച് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത് വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. ചിലപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ തന്നെ അത് വലിയൊരു വഴക്കോ അടിയിലോ കലാശിച്ചിരുന്നു. അതുകൊണ്ട് അവൻ എതിർപ്പൊന്നും പറയാതെ എന്നെ അനുസരിച്ചില്ലേ. അതുകൊണ്ട് അവനെ അനുസരണ കാട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ അവൻ്റെ കാര്യം അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലേബർ റൂമിൻ്റെ മുൻപിൽ പോയി തലയും കുമ്പിട്ട് തലക്ക് കൈ താങ്ങ് കൊടുത്ത് വളരെ ദുഃഖിതനായി തകർന്നവനെ പോലെ ഇരിക്കുന്ന തൻ്റെ മകൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് മുനീർ എന്ന് വിളിച്ചു. തല ഉയർത്തി നോക്കിയ മുനീറിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന് ആ ഒരു സമയത്ത് ഒരു താങ്ങ് അത്യാവശ്യമായിരുന്നു. അത് തനിക്ക് ജന്മം നൽകിയ തൻ്റെ സ്വന്തം ഉപ്പയാണെന്ന് കണ്ടതും അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അബൂബക്കറിക്കാൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീണ് പൊട്ടിക്കരയുകയായിരുന്നു. ഇത് കണ്ടതും നമ്മുടെ അബൂബക്കറിക്കയും അദ്ദേഹത്തിൻ്റെ എല്ലാ ദേഷ്യവും മറന്ന് എന്തു പറ്റി മോനെ എന്നും ചോദിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. എത്രയായാലും താൻ ജന്മം നൽകിയ തൻ്റെ ഒരേയൊരു ആൺതരിയല്ലേ, ആ ഒരു സ്നേഹം എന്തായാലും ഒരു പിതാവിൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കുമോ? സാധാരണ അങ്ങനെ തന്നെയല്ലേ നമ്മൾ മക്കൾ എന്ത് നശിച്ച കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഭൂമിയിൽ ആർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ അവർ ക്ഷമിച്ചു പോകും. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മക്കളുടെ കണ്ണുനീർ കാണാൻ കഴിയില്ല എന്ന് നമുക്ക് ഓരോ ആളുകൾക്കും അറിയാം. എന്തായാലും നമ്മളിൽ ഓരോരുത്തരും ഒന്നുമല്ലെങ്കിൽ ഒരു മാതാവോ അല്ലെങ്കിൽ ഒരു പിതാവോ അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മാനസികമായ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം മറന്ന് തൻ്റെ പൊന്നുമോനെ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ മുനീർ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അദ്ദേഹം കുറച്ചു നേരം മൗനമായി നിന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി സുമിയോട് ചെയ്തതിന് പടച്ചവൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് തിരിച്ചു തന്നതാണെന്ന് കരുതിയാൽ മതി മോനെ. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക. നിനക്കിനി ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ഉപ്പയാകാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇതോടുകൂടി എൻ്റെ പരമ്പര തന്നെ അന്യം നിന്നു പോകുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ എല്ലാം നിങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ കർമ്മം, ആ ഒരു ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകില്ല. എന്തായാലും ഇവിടെ എനിക്ക് ജുമാനയുണ്ട്, അവളോടും അതുപോലെ തന്നെ എൻ്റെ സുമിമോളും ഉണ്ട് ഇവിടെ. നീ അവളെ എത്രയധികം ദ്രോഹിച്ചാലും നിന്നെ ഇവിടെ കണ്ടിട്ട് അവളാണ് നിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചത്. നീ അത്രയധികം ദ്രോഹിച്ചിട്ടും നിനക്കൊരു വിഷമം വന്നപ്പോൾ അത് അന്വേഷിക്കാനാണ് അവൾ എന്നെ ഇങ്ങോട്ട് വിട്ടത്. കാരണം നിങ്ങളിപ്പോൾ നിയമപരമായിട്ടോ അല്ലെങ്കിൽ
നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഭാര്യയോ ഭർത്താവോ ഒന്നും ഒരു ബന്ധമില്ല. നിനക്ക് അവൾ അന്യ സ്ത്രീയും അവൾക്ക് നീ അന്യപുരുഷനുമാണ്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഉപ്പയായ ഞാനാണ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് തള്ളിവിട്ടത് അവളാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവരോട് കൂടി സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. എന്തായാലും വൈകിക്കേണ്ട. അവളുടെ ഓപ്പറേഷനുള്ള സമ്മതപത്രം നീ ഒപ്പിട്ട് കൊടുത്തോ. ബാക്കിയെല്ലാം പൈസയുടെ കാര്യമെല്ലാം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതിനൊരു വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ സുമിയുടെയും ജമാനയുടെയും അടുത്തേക്ക് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയായിരുന്നു.